ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പാപ്പ, ട്രൈ, കാനബീസ് ലീഗലൈസേഷൻ ഇൻ ജർമ്മനി, അമെൻമെന്റ്സ് ടു ഇലക്ട്രിസിറ്റി റൂൾസ് 2020, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഫോർ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, ഇന്ത്യ നോർഡിക് ബാൾട്ടിക് കോർപ്പറേഷൻ, സറഗസി റെഗുലേഷൻ ആക്ട് 2021, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഗാൻസി പ്രീഫെക്ചർ. സോ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാപ്പ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ മിഷൻ ആയിട്ടുള്ള ആദിത്യ L1 പേലോഡിനെ കുറിച്ചാണ്. സോ ഈ പാപ്പ എന്നുള്ളതിന്റെ ഫുൾ ഫോം പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നാണ്. സോ ഇതിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ആദിത്യ L1 2023 ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്, ISRO ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ആദിത്യ L1 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് കൊറോണൽ മാസ് ഇജക്ഷനെ കുറിച്ചും അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചും പഠിക്കുക എന്നുള്ളതാണ്. സോ അപ്പൊ ഇത്തരത്തിൽ ഈ കൊറോണൽ മാസ് ഇജക്ഷന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇമ്പാക്റ്റിനെ ഈ ആദിത്യ L1 ഈ പാപ്പ പേലോഡ് സക്സസ്ഫുൾ ആയിട്ട് ഡിറ്റക്ട് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. സോ അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. സോ ഈ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്ന് പറയുന്നത് ഒരു എനർജി ആൻഡ് മാസ് അനലൈസർ ആണെന്ന് മനസ്സിലാക്കുക. ഒരു ഇൻസിറ്റു മെഷർമെന്റ് ആയിട്ട് നമ്മുടെ സോളാർ വിൻഡ് ഇലക്ട്രോൺസ്, അതുപോലെ തന്നെ ഇയോൺസ്, എസ്പെഷ്യലി ലോ എനർജി റേഞ്ചിലുള്ള ഇയോൺസ്, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു, അല്ലെങ്കിൽ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഈ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യക്കകത്ത് 2 സെൻസേഴ്സ് ആണുള്ളത്. ഒരു സോളാർ വിൻഡ് ഇലക്ട്രോൺ എനർജി പ്രോബ് അല്ലെങ്കിൽ സ്വീപ്പ് എന്ന് പറയുന്ന ഒരു സെൻസറും ഉണ്ട്. അതുപോലെ തന്നെ സോളാർ വിൻഡ് ഇയോൺ കോമ്പോസിഷൻ അനലൈസർ അല്ലെങ്കിൽ സ്വിക്കാർ എന്ന് പറയുന്ന മറ്റൊരു സെൻസറും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ സ്വീപ്പിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു 10 ഇലക്ട്രോൺ വോൾട്ട് തൊട്ട് 3 കിലോ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള ഇലക്ട്രോൺ എനർജിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇനി സ്വിക്കാറിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഇലക്ട്രോണിക് വോൾട്ട് തൊട്ട് 25 കിലോ ഇലക്ട്രോണിക് വോൾട്ട് വരെയുള്ള എനർജിനെ, അയൺസിനെ അല്ലെങ്കിൽ ഇയോൺസിനെ മെഷർ ചെയ്യുക. അതല്ലെങ്കിൽ അത് കൂടാതെ ഒരു 6 തൊട്ട് 30 വരെ AMU വരുന്ന റേഞ്ചിലുള്ള മാസിനെയും മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ സ്വിക്കാർ എന്ന് പറയുന്ന സെൻസറിന്റെ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ട്രായ് ആണ്, അല്ലെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. സോ ഈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ടെലികോം സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇപ്പോൾ ട്രായിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ടെലികോം നെറ്റ്വർക്കുകളോട് ഒരു കോളിംഗ് നെയിം പ്രസന്റേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രായ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. റെക്കമെൻഡേഷൻ ആണ്, മാൻഡേറ്ററി അല്ല എന്ന് മനസ്സിലാക്കുക. അതായത് കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് മറ്റൊരാൾ വിളിക്കുന്ന സമയത്ത് നോർമലി നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള നമ്പർ ആണെങ്കിലാണ് ആ നമ്പർ നമുക്ക് കാണാൻ പറ്റുക, അത് ഇന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അതും നമ്മൾ സേവ് ചെയ്തിട്ടുള്ള നെയിം എന്താണോ അതാണ് കാണിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും, ട്രൂ കോളർ പോലുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്താലും അതിൽ ആരെങ്കിലും ഒക്കെ സേവ് ചെയ്തിട്ടുള്ള നെയിം ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ അതിന് പകരം ഈ കോളർ ID ഉണ്ടാവും. അതായത് നമ്മൾ ഈ KYC അനുസരിച്ച് ഒരു സിം കാർഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പേരിലായിരിക്കുമല്ലോ ഈ കണക്ഷൻ ഉണ്ടാവുക. ആ പേര് ആണ് ഇവരുടെ ട്രൂ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ആ കാര്യം ഈ കോളർ നെയിം പ്രസന്റേഷൻ ആയിട്ട്, അതായത് നമ്മൾ ആർക്കാണോ വിളിക്കുന്ന നമുക്ക് ആ കോള് വരുന്ന സമയത്ത് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് ഈ റെക്കമെൻഡേഷനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ട്രായിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രായ് അല്ലെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടെലികോം സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1997 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ്. അത് മാത്രമല്ല ഇതൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇനി ട്രായുടെ കോമ്പോസിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ട്രായ് ഒരു ചെയർമാനും അതുപോലെ തന്നെ മാക്സിമം 2 ഫുൾ ടൈം മെമ്പേഴ്സുമാണ് ട്രായ്ക്കകത്ത് ഉണ്ടാകുക. അത് കൂടാതെ മാക്സിമം 2 പാർട്ട് ടൈം മെമ്പേഴ്സിനെയും കൂടി ട്രായുടെ കോമ്പോസിഷന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതുകൂടാതെ ഈ ട്രായുടെ കൂടെ ഒരു ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ആൻഡ് അപ്പലേറ്റ് ട്രിബ്യൂണലും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ട്രായുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫംഗ്ഷൻസ് ഈ പറയുന്ന ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ആൻഡ് അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ കൺട്രോളിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കും. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കാനബീസ് ലീഗലൈസേഷൻ ഇൻ ജർമ്മനിയെ കുറിച്ചാണ്. അതായത് ജർമ്മൻ പാർലമെന്റ് ജർമ്മനിയിൽ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കാനബീസിന്റെ
പ്രൊഡക്ഷനും അതിന്റെ യൂസേജും ലീഗലൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് നിയമപ്രകാരം ലീഗലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്. സോ അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് ഒരു 25 grams വരെ കാനബീസ് അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു 3 കാനബി പ്ലാന്റ്സ് വരെ ആളുകൾക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ലീഗലായിട്ട് വളർത്താം. 25 grams കാനബീസ് വരെ കൈവശം ലീഗലി ഒരാൾക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി കൊണ്ടു നടക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഈ കാനബീസ് ലീഗലൈസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു രാജ്യമല്ല ജർമ്മനി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് കാനഡ, ജോർജിയ, അതുപോലെ തന്നെ ലക്സംബർഗ്, മാൾട്ട, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, തായ്ലൻഡ്, ഉറുഗ്വേ പോലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഓൾറെഡി ഈ കാനബീസിനെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലീഗലൈസേഷൻ വേരിയിങ് സ്റ്റേജസിലാണ്, അല്ലെങ്കിൽ വേരിയിങ് ഡിഗ്രീസിലാണുള്ളത്. ഇതിനകത്ത് കൂടുതലും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കാനബീസ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് കൂടുതലായിട്ടും ലീഗലൈസ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതായത് ഇതിന്റെ മാസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഒന്നും മിക്ക സ്ഥലങ്ങളിലും ലീഗലൈസ്ഡ് അല്ല, കൊമേഴ്ഷ്യൽ സെയിൽസും പല സ്ഥലങ്ങളിലും ലീഗലൈസ്ഡ് അല്ല എന്ന് മനസ്സിലാക്കുക. പേഴ്സണൽ യൂസിന് ഈ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളിലും മിക്ക രാജ്യങ്ങളിലും ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ വേരിയിങ് ഡിഗ്രീസിലാണ് അതിന്റെ ലീഗലൈസേഷൻ നടന്നിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇനി നമ്മൾ കാനബീസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, കാനബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പ്ലാന്റുകൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ആക്ച്വലി കാനബീസ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാത്തിനുള്ള കോമണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇതിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 3 പ്ലാന്റുകൾ, ഒന്ന് കാനബീസ് സാറ്റിവ, അതുപോലെ തന്നെ കാനബീസ് ഇൻഡിക്ക, അതുപോലെ തന്നെ കാനബീസ് റുഡറാലിസ് എന്ന് പറയുന്ന 3 പ്ലാന്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ ഇതിനെ കോമൺലി മരിജുവാന അല്ലെങ്കിൽ വീഡ് എന്നൊക്കെയാണ് ആളുകൾ വിളിക്കാറുള്ളത്. സോ ബേസിക്കലി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോ ആക്റ്റീവ് ഡ്രഗ് ആണ് എന്നുള്ളതാണ്. സോ ഈ കാനബീസിന്റെ ഒരു നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് സെൻട്രൽ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഏകദേശം 120ഓളം കോമ്പോണൻസ് ഈ കാനബീസിനകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പേർട്സ് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള 2 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഒന്ന് കാനബിഡിയോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ CBD എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ടെട്രാ ഹൈഡ്രോ കാനബിഡിയോൾ അല്ലെങ്കിൽ THC എന്ന് പറയുന്നതുമാണ്. ഈ ടെട്രാ ഹൈഡ്രോ കാനബിഡിയോളിനെ കുറിച്ച് നമ്മളിതിനു മുമ്പ് ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അമെൻമെന്റ്സ് ടു ഇലക്ട്രിസിറ്റി റൂൾ ആണ്. സോ അമെൻമെന്റ്സ് ടു ഇലക്ട്രിസിറ്റി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ റീസെന്റ് ഇലക്ട്രിസിറ്റി റൂൾസിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമെൻമെന്റിലൂടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്, പുതിയ ഇലക്ട്രിസിറ്റി കണക്ഷൻ നേടാനുള്ള ടൈം പീരിയഡ് ആക്ച്വലി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയാസിലാണെങ്കിൽ അത് 7 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ഏരിയാസിലാണെങ്കിൽ 15 ദിവസം, റൂറൽ ഏരിയാസിലാണെങ്കിൽ നേരത്തെ അത് 30 ദിവസമായിരുന്നു, ഇപ്പോൾ അത് 15 ദിവസമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 10 കിലോവാട്ട് വരെയുള്ള ഇലക്ട്രിസിറ്റി സിസ്റ്റംസ് ടെക്നിക്കൽ ഫീസിബിലിറ്റി സ്റ്റഡീസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഹയർ കപ്പാസിറ്റി സിസ്റ്റംസിന്, അതായത് ഈ 10 കിലോവാട്ടിൽ കൂടുതൽ വരുന്ന ഹയർ കപ്പാസിറ്റി സിസ്റ്റംസിനുള്ള ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് അത് നേരത്തെ 20 ദിവസമായിരുന്നു അതിനുള്ള ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ അത് 15 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ റൂഫ് ടോപ്പ്, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഈ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾ അല്ലെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്ടുകൾ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ റീസെന്റ് അനൗൺസ് ചെയ്തിട്ട് കുറെ സ്കീംസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിലുള്ള റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റുകളുമായിട്ട് അല്ലെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റംസുമായിട്ട് മെയിൻ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് എന്ത് ചെയ്യണം, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ ഇത്തരത്തിലുള്ള റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റംസുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഈ പവർ കമ്പനീസ് അവരുടെ സ്വന്തം അല്ലെങ്കിൽ ഡിസ്കോംസ് അവരുടെ സ്വന്തം ചെലവിൽ ഈ കാര്യം ചെയ്യണം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതുവഴി നമ്മുടെ സോളാർ പവർ പ്രൊഡക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ആളുകൾ ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് കണക്ഷൻ എടുക്കാൻ കൺസ്യൂമേഴ്സിന് ഒരു അവകാശം കൊടുക്കണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ഫെസിലിറ്റി കൺസ്യൂമേഴ്സിന് ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഇലക്ട്രോണിക് വെഹിക്കിൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് കണക്ഷനിൽ നിന്നാണ് ആയിരിക്കും അത് ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം EV ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കണക്ഷൻ ഈ കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കൺസ്യൂമേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ്, ഈ എസ്പെഷ്യലി സോളാർ റൂഫ് ടോപ്പ് അല്ലെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റുകൾക്കൊക്കെ സിസ്റ്റംസിനൊക്കെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് നേരത്തെ അത് 30 ദിവസത്തിനകത്തായിരുന്നു കമ്മീഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ 15 days ആയിട്ട് 15 ദിവസമായിട്ട് അതിന്റെ ടൈം പീരീഡ് കുറച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു പുതിയ റെഗുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, പുതിയ ഗൈഡ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും വന്നിട്ടുള്ളൊരു മാറ്റം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക, ഈ റൂഫ് ടോപ്പ് സോളാർ പാനൽസിന് അല്ലെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്റ്റുകൾക്ക് വലിയ ഇതിൽ എംഫസൈസ് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇന്ത്യയുടെ കാർബൺ ന്യൂട്രലാലിറ്റി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ അത് അച്ചീവ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ കൂട്ടേണ്ടതുണ്ട്. അത് തന്നെ ഇന്ത്യക്ക് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സോളാർ എനർജി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഈ ഏരിയാസിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അമെൻമെന്റിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് UNCTAD ആണ്, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. സോ ഇത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യുഎന്നിന്റെ കീഴിലുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടേറിയറ്റിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ, വേൾഡ് ട്രേഡിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 1964 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണ് ഈ പറയുന്ന UNCTAD അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നതും UN ജനറൽ അസംബ്ലിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ഒക്കെ കീഴിലാണ് ഈ UNCTAD വരുന്നത് മനസ്സിലാക്കുക. നിലവിൽ 195 രാജ്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇവർ പ്രധാനമായിട്ടും ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാറുള്ളത്. ഇവരുടെ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യ നോർഡിക് ബാൾട്ടിക് കോർപ്പറേഷൻ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന ഒരു ഹൈ ലെവൽ തിങ്ക് ടാങ്ക്സിന്റെ അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ കോൺഫറൻസ് ആണ്, ജിയോ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് ഇന്ത്യയിലെ റൈസീന ഡയലോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈസീന ഡയലോഗ്സിനകത്ത് ഇപ്രാവശ്യം ഈ നോർഡിക് ബാൾട്ടിക് കൺട്രികളുടെ തലവന്മാർ പങ്കെടുക്കും എന്നുള്ളൊരു ന്യൂസ് ഇന്നിപ്പോൾ പത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ നോർഡിക് ബാൾട്ടിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നോർഡിക് രാജ്യങ്ങൾ, ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് വിഭാഗം, നോർത്തേൺ യൂറോപ്പിലുള്ള രണ്ട് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഉണ്ട്. അവരെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് NB8 അല്ലെങ്കിൽ നോർഡിക് ബാൾട്ടിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നോർഡിക് സ്റ്റേറ്റുകളായിട്ടുള്ളത് ഡെൻമാർക്ക്, അതുപോലെ ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, സ്വീഡൻ ഒക്കെയാണ്. ബാൾട്ടിക് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ബാൾട്ടിക് സീയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പഴയ 3 ഫോർമർ സോവിയറ്റ് റിപ്പബ്ലിക്കുകളുണ്ട്. ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ എന്ന് പറയുന്നത് ഈ 3 രാജ്യങ്ങളാണ് ബാൾട്ടിക് സ്റ്റേറ്റുകൾ. അപ്പോൾ ഈ നോർഡിക് സ്റ്റേറ്റുകളായിട്ടുള്ള ഈ 5 ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, സ്വീഡൻ പ്ലസ് ഈ 3 ബാൾട്ടിക് സ്റ്റേറ്റുകളും കൂടി ഉൾപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ NB8 എന്ന് വിളിക്കുന്നത്. 8 രാജ്യങ്ങളാണ് ഈ ഗ്രൂപ്പിനകത്തുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുമായിട്ടുള്ള ഇന്ത്യയുടെ ഏരിയാസ് ഓഫ് കോപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഇന്ത്യയും ഇവരും തമ്മിലുള്ള ട്രേഡും ഇൻവെസ്റ്റ്മെന്റും ഓവർ ദി ഇയേഴ്സ്, എസ്പെഷ്യലി 1990s ശേഷം വലിയ ഇതിൽ കൂടാൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇന്ത്യയും ഈ പറയുന്ന NB8 കൺട്രീസും തമ്മിലുള്ള കമ്പൈൻഡ് ആനുവൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $7.3 ബില്യൺ ആണ്. അതുപോലെ തന്നെ ഈ നോർഡിക് കൺട്രീസ് ഇന്ത്യയിൽ ഏകദേശം 2000 തൊട്ട് 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം ഒരു $4.69 ബില്യൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചില കോമൺ ആയിട്ടുള്ള ഷെയർഡ് വാല്യൂസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇന്ത്യയും വെസ്റ്റേൺ കൺട്രീസും തമ്മിലുള്ള റിലേഷൻസിനകത്തൊക്കെ മെയിൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. കാരണം ഈ പറയുന്ന ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ്, മൾട്ടിലാറ്ററലിസം, ഇന്റർനാഷണൽ ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഷെയർഡ് കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേഷൻ, ഗ്രീൻ ട്രാൻസിഷൻ, മാരിടൈം അഫയേഴ്സ്, ഹെൽത്ത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ടെക്നോളജി, സ്പേസ്, എഡ്യൂക്കേഷൻ, കൾച്ചർ, ടൂറിസം ഇങ്ങനെയുള്ള വേരിയിങ് സെക്ടേഴ്സിൽ നമ്മുടെ കോപ്പറേഷൻ നിലവിലുണ്ട്. അതുപോലെ തന്നെ ചില കോമൺ ആയിട്ടുള്ള ഗോൾസ് നമുക്കുണ്ട്. എസ്പെഷ്യലി സസ്റ്റൈനബിലിറ്റി, ലോങ് ടേം പാർട്ട്ണർഷിപ്പ്, ഗ്ലോബൽ ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺലി ഷെയർഡ് ആയിട്ട് ചില ഗോൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന നോർഡിക് ബാൾട്ടിക് സ്റ്റേറ്റുകളിലുള്ള ചില സ്പെസിഫിക് രാജ്യങ്ങളായിട്ട് ബൈലാറ്ററൽ ആയിട്ടുള്ള ചില പാർട്ട്ണർഷിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഫിൻലൻഡുമായിട്ട് നമുക്കൊരു സസ്റ്റൈനബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഇന്ത്യയും ഫിൻലൻഡും തമ്മിൽ. അതുപോലെ തന്നെ ഡെൻമാർക്കുമായിട്ട് ഒരു ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അത് പ്രധാനമായിട്ടും വാട്ടർ സൊല്യൂഷൻസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിൻഡ് എനർജി, അഗ്രികൾച്ചർ, ജോയിന്റ് പ്രൊജക്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഐസ്ലൻഡുമായിട്ട് ജിയോ തെർമൽ എനർജി എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോയിന്റ് പ്രൊജക്ട് ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഈ പറയുന്ന ജിയോ തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നമ്മൾ ഐസ്ലൻഡുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ കോപ്പറേഷനുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡിസ്റ്റൻസും കണക്ടിവിറ്റിയാണ്. കാരണം ഈ നോർഡിക് സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ദൂരത്താണ്. രണ്ട് ഈ രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം ഇവർ നോർത്തേൺ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള കണക്ടിവിറ്റി നമുക്ക് ഒരുപാട് ചുറ്റി വളഞ്ഞ് വേണം പോകാൻ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഈ നോർഡിക് ബാൾട്ടിക് സ്റ്റേറ്റുകളുടെയും നമ്മുടെയും ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ പലപ്പോഴും പരസ്പര വിരുദ്ധമായിട്ടുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത് റഷ്യയുടെ കേസാണ്. ഇപ്പൊ ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഈ നോർഡിക് കൺട്രീസും ബാൾട്ടിക് കൺട്രീസും വലിയ രീതിയിൽ ഒരു ആന്റി റഷ്യൻ ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളാണ്. കാരണം നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ കുഞ്ഞു രാജ്യങ്ങളാണ്, വളരെ ചെറിയ ഡിഫൻസ് ഫോഴ്സസ് ഉള്ള രാജ്യങ്ങളാണ്. ഇതിലെ പല രാജ്യങ്ങളുമായിട്ടും ഹിസ്റ്റോറിക്കലി നമ്മൾ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റഷ്യ പലപ്പോഴും ഇവരെ സൈനികപരമായിട്ട് ആക്രമിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ജോസഫ് സ്റ്റാലിനൊക്കെ സോവിയറ്റ് പ്രീമിയർ ആയിരുന്ന സമയത്ത് 1930s ഫിൻലൻഡിനെ സോവിയറ്റ് യൂണിയൻ ഇൻവേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ലിത്വാനിയ, ലാറ്റ്വിയ, എസ്തോണിയ ഈ രാജ്യങ്ങളൊക്കെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒക്കെ ആ ഒരു ടൈം പീരീഡിലാണ് സോവിയറ്റ് യൂണിയൻ ഇൻവേഡ് ചെയ്ത് അവരുടെ ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇവരുടെ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസിന്റെ പുറത്ത് കിടക്കുക എന്നുള്ളത് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റഷ്യ യുക്രൈനെതിരായിട്ട് ഇൻവേഷൻ തുടങ്ങിയതിനു ശേഷം ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നേറ്റോയിൽ മെമ്പേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള കാരണം. പക്ഷെ അതേസമയം ഇവരുമായിട്ട് റഷ്യയുമായിട്ട് ആന്റഗണിസ്റ്റിക് റിലേഷൻഷിപ്പ് ഇവർ വെച്ച് പുലർത്തുന്ന സമയത്ത് ഇന്ത്യക്ക് റഷ്യയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയും നോർഡിക് കൺട്രീസും അല്ലെങ്കിൽ ഇന്ത്യയും ഈ ബാൾട്ടിക് കൺട്രീസും തമ്മിലുള്ള റിലേഷൻസിന്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുമായിട്ടുള്ള റിലേഷനെയും ഈ റഷ്യയുമായിട്ടുള്ള നമ്മുടെ ലോങ് ടേം സ്ട്രാറ്റജിക് റിലേഷൻസിനെയും നമുക്കൊരു ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും ഒരു ഗ്രേറ്റസ്റ്റ് പാർട്ട്ണർ എന്ന് വിളിക്കാൻ പറ്റുന്ന റഷ്യയുമായിട്ടുള്ള റിലേഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ ഡിഫറെന്റ് ആവുന്നതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നോർഡിക് ബാൾട്ടിക് സ്റ്റേറ്റുകളൊക്കെ വളരെ കുഞ്ഞു രാജ്യങ്ങളാണ്. അപ്പൊ അവർക്ക് ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യാൻ അവരുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബിക്കോസ് നമുക്കൊരു വലിയൊരു ഹ്യൂജ് സ്കെയിലുള്ള എക്കണോമിക് പാർട്ട്ണർഷിപ്പ് ഒന്നും ഇവരുമായിട്ട് ബിൽഡ് ചെയ്യുന്നതിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അവിടുത്തെ മാർക്കറ്റ് വളരെ ചെറുതാണ്. അപ്പൊ നമുക്ക് ഇന്ത്യക്ക് വലിയ മാർക്കറ്റ് ആക്സസ് കിട്ടിയിട്ടും വലിയ കാര്യമില്ല. അതുപോലെ തന്നെ ഇവരൊരിക്കലും വളരെ സൂപ്പർ റിച്ച് ആയിട്ടുള്ള എക്കണോമീസ് ഒന്നുമല്ല. അതായത് ആ രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിരിക്കും, പെർ ക്യാപിറ്റ ഇൻകം ബെറ്റർ ആയിരിക്കും. പക്ഷെ അതർ ദാൻ ദാറ്റ് വളരെ ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ എക്കണോമീസ് ഉള്ള രാജ്യങ്ങളാണ് ഇവരെല്ലാവരും തന്നെ. ഈ ട്രേഡിനകത്തൊക്കെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 8 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ കമ്പൈൻഡ് ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം $7 ബില്യൺ ആണ്. ഇപ്പൊ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വൺ ഓഫ് ദി ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ബംഗ്ലാദേശുമായിട്ട് നമുക്ക് അതിനെക്കാട്ടിലും വലിയ ട്രേഡ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചൈനയുമായിട്ട് നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് നിയർലി $130 ബില്യൺ ട്രേഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവരുമായിട്ട് നമ്മൾ നടത്തുന്ന ഈ 8 രാജ്യങ്ങളുമായിട്ട് കമ്പൈൻലി നമ്മൾ നടത്തുന്ന ട്രേഡ് എന്ന് പറയുന്നത് ചൈനയുമായിട്ടൊക്കെ ഇന്ത്യ ഒരു മാസം നടത്തുന്ന ട്രേഡിനെക്കാട്ടിലും കുറവാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിലുള്ള ചില ലിമിറ്റേഷൻസ് ഇതിനുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സറഗസി റെഗുലേഷൻ ആക്ട് 2021 ആണ്. അപ്പൊ ഈ സറഗസി റെഗുലേഷൻ ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസിനകത്ത് ഇപ്പോൾ ഗവൺമെന്റ് ചില അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സറഗസി എന്ന് മനസ്സിലാക്കുക. സറഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുമണും അതുപോലെ തന്നെ 2 കപ്പിളും തമ്മിലുള്ള അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു കപ്പിളോ തമ്മിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അത് ബേസിക്കലി ഒരു ദമ്പതികൾക്ക് അല്ലെങ്കിൽ ഒരു കപ്പിളിന് അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സണ് കുട്ടികൾ ഇല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഈ വാടക ഗർഭപാത്രം എന്നൊക്കെ പണ്ട് പറയാറുന്ന ഒരു കാര്യമാണിത്. അതായത് അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കാൻ തയ്യാറാവുന്നതാണ് ഈ സറഗസി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മദേഴ്സിനെയാണ് സറഗറ്റ് മദർ എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് സറഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് ആൾട്രൂയിസ്റ്റിക് സറഗസി എന്ന് പറയുന്നത്. സോ ആൾട്രൂയിസ്റ്റിക് സറഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു മോണിറ്ററി കോമ്പൻസേഷൻ ഉണ്ടാവില്ല. അതായത് മറ്റൊരാളുടെ കുഞ്ഞിന് ഗർഭം ധരിക്കുന്ന ആ സ്ത്രീക്ക് അല്ലെങ്കിൽ സറഗറ്റ് ആയിട്ടുള്ള മദറിന് പ്രത്യേകിച്ച് പണമൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ അവരുടെ മെഡിക്കൽ എക്സ്പെൻസസും ഇൻഷുറൻസ് കവറേജും ഒക്കെ ഈ പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരത് ചെയ്യുന്നത് അവർ കവർ ചെയ്യും. അതർ ദാൻ ദാറ്റ് വേറെ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നുമില്ല. കൊമേഴ്ഷ്യൽ സറഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഒരു കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് കൊമേഴ്ഷ്യൽ സറഗസി എന്ന് വിളിക്കുക. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള അമെന്റ്മെന്റുകളിൽ പ്രധാനപ്പെട്ട ഈ റീസെന്റ് വന്നിട്ടുള്ള അമെന്റ്മെന്റുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു ഗാമറ്റ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഗാമറ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള റെഗുലേഷൻസ് അനുസരിച്ച് ഈ 2 ഗാമറ്റുകളും ഒരു ഇന്റൻഡിങ് കപ്പിൾ ആയിരിക്കണം അല്ലെങ്കിൽ സറഗറ്റ് പ്രൊസീജിയറിന് വേണ്ടിയിട്ടുള്ള ഇന്റൻഡിങ് കപ്പിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് അനുസരിച്ച് ഇതിനകത്ത് വൺ ഓഫ് ദി ഗാമറ്റ്സ് മാത്രം ഒരു ഇന്റൻഡിങ് കപ്പിൾ ആയാൽ മതി എന്ന് പറയുന്നത്. ഗാമറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന സറഗറ്റ് മദർ ആരുടെ കുഞ്ഞിനാണോ ജന്മം നൽകുന്നത് അവരെയാണ് ഗാമറ്റ് കപ്പിൾ അല്ലെങ്കിൽ ഗാമറ്റ്സ് എന്ന് വിളിക്കുക.
സോ അപ്പോൾ ആ രണ്ടുപേരും ഈ ഇന്റൻഡിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റൻഡിങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഗാമറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അവരുടെ എഗ്ഗും അതുപോലെ തന്നെ സ്പേമും വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന സർഗറ്റ് മദർ പ്രഗ്നന്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് രണ്ടുപേരും ഒരു ഇന്റൻഡിങ് കപ്പിളിൽ പെടുന്ന ആൾക്കാരായിരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് അനുസരിച്ച് അതിനകത്ത് ഒരാള് ഈ ഒരു ഗാമറ്റ് മാത്രം ഇന്റൻഡിങ് കപ്പിളായാൽ മതി. സോ ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാൾ, ഒരു ഭാര്യയും ഭർത്താവും, അതിനകത്ത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, അവർക്ക് ഒരു ഗാമറ്റ് ആവാൻ പറ്റില്ലെങ്കിൽ ഈ പറയുന്ന ഓക്കെ ആയിട്ടുള്ള ആളൊരു ഗാമറ്റ് ആവും, മറ്റൊരു തേർഡ് പേഴ്സണെ മറ്റൊരു ഗാമറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഇവർക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ഈ സിംഗിൾ വുമൺ അണ്ടർഗോയിങ് സറഗസി എന്നുള്ളതാണ്. അതായത് സിംഗിൾ വുമൺ, അതായത് വിഡോസോ അല്ലെങ്കിൽ ഡിവോഴ്സീസോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ സറഗറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് അവരുടെ സ്വന്തം എഗ്ഗും ഡോണർ സ്പേമും യൂസ് ചെയ്തിട്ട് വേണം ഈ സർഗസി പ്രൊസീജിയറിന് ഭാഗമാകാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം കൊണ്ട് ഈ സിംഗിൾ വുമൺസിന് സർഗസി സർവീസസിലേക്ക് ആക്സസ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ വുമൺസിന് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇനി റോൾ ഓഫ് ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ബോർഡുകളാണ്. ഈ ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ബോർഡുകളാണ് ബേസിക്കലി ഈ പറയുന്ന സർഗസിക്ക് വേണ്ടിയിട്ട് ഡോണർ ഗാമറ്റ്സിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത് സർട്ടിഫൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡുകളാണ്. അപ്പോൾ ഈ സർഗസി ഡോണർ ഗാമറ്റ്സുമായിട്ടുള്ള സർഗസി നടക്കുന്ന സമയത്ത് ചില സ്പെസിഫിക് സർക്കംസ്റ്റാൻസസിലാണ് ഇത് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി 2021 സർഗസി റെഗുലേഷൻസ് ആക്ടിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഒരു വിഡോയോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിയോ ഒക്കെ ആണെങ്കിൽ 35-നും 45-നും ഇടയിൽ പ്രായമുള്ള വിഡോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സി അല്ലെങ്കിൽ ഒരു കപ്പിള്, ഇവർ ലീഗലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇതിനകത്ത് കപ്പിൾ എന്ന് പറയുന്നത്. അവർക്കാണ് സർഗസി അവൈൽ ചെയ്യാൻ പറ്റുക. അതായത് അവർക്ക് ഈ പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാവണം, ഈ സർഗസി അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നുള്ളൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്കാണ് ഈ സർഗസി റെഗുലേഷൻസ് ആക്ട് അനുസരിച്ച് സർഗസി ചൂസ് ചെയ്യാൻ പറ്റുക. ഇനി അതുപോലെ തന്നെ ഈ ഇന്റൻഡഡ് ആയിട്ടുള്ള കപ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള സ്ത്രീയും പുരുഷനും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള പുരുഷൻ ഒരു 26-നും 55-നും ഇടയിൽ പ്രായമുള്ള ആളായിരിക്കണം. സ്ത്രീ എന്ന് പറയുന്നത് 25-നും 50-നും ഇടയിൽ പ്രായമുള്ള ആളായിരിക്കണം. സോ ഇവർക്ക് ഒരിക്കലും മറ്റൊരു കുഞ്ഞ്, ഒരു ബയോളജിക്കലോ അഡോപ്റ്റഡോ സർഗറ്റോ ആയിട്ടുള്ള വേറൊരു കുട്ടി ഉണ്ടാവാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൊമേഴ്ഷ്യൽ സർഗസി പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന, 10 ലക്ഷം രൂപ വരെ ഫൈൻ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സർഗസി റെഗുലേഷൻസ് ആക്ട് 2021 ജസ്റ്റ് ഓൾട്രോയിസ്റ്റിക് സർഗസി മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് മീൻസ് കൊമേഴ്ഷ്യൽ സർഗസി പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സർഗറ്റ് മദർ എന്ന് പറയുന്നത് ഈ പറയുന്ന സർഗസിയിലൂടെ കുഞ്ഞിന് ജന്മം നൽകാൻ ആഗ്രഹിക്കുന്ന കപ്പിളിന്റെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ റിലേഷനിലുള്ള ആളായിരിക്കണം എന്നും പറയുന്നുണ്ട്. ജനറ്റിക്കലി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ സർഗസിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്, ഒന്ന്, ഇത് ആളുകൾക്ക് ഈ പറയുന്ന സർഗറ്റ് മദേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷന് കാരണമായുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ ഒരു എത്തിക്കൽ കൺസേൺ എല്ലായ്പ്പോഴും പറയാറുണ്ട്. ഇവർക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഈ കൊമേഴ്ഷ്യൽ സർഗസി പ്രൊഹിബിറ്റ് ചെയ്തതോടുകൂടി ഇവർക്ക് കിട്ടേണ്ട ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻകം ഈ കൊമേഴ്ഷ്യൽ സർഗസി പ്രൊഹിബിറ്റ് ചെയ്തതോടുകൂടി ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാരന്റ്ഹുഡ് ആസ്പിറേഷൻസിനെ ഇപ്പോൾ ഈ വലിയ രീതിയിൽ ഇത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇമോഷണൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സർഗറ്റ് മദർ സ്വന്തം ഫാമിലിയിൽ പെടുന്ന ആളായിരിക്കണം, ജനറ്റിക്കലി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ കപ്പിള് അല്ലെങ്കിൽ ഈ പറയുന്ന സർഗസിയിലൂടെ കുഞ്ഞിന് ജന്മം നൽകാൻ ആഗ്രഹിക്കുന്ന ആളും ഈ സർഗറ്റ് മദറും സെയിം ഫാമിലിയിൽ പെടുന്ന ആളായതുകൊണ്ട് തന്നെ അത് ചില ഇമോഷണൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇവിടെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ജനറ്റിക്കലി റിലേറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളെ സർഗറ്റ് മദറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നവും ഉണ്ട്. നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ഗാൻസി പെർഫെക്ചർ ആണ്. സോ ഈ ഗാൻസി പ്രീഫെക്ചർ എന്ന് പറയുന്നത് ചൈനയിലെ സിച്ചുവാൻ പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ഉണ്ട്. ആ സിച്ചുവാൻ പ്രൊവിൻസിലുള്ള ഒരു ഓട്ടോണമസ് പ്രീഫെക്ചർ ആണ്, അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഗാൻസി പ്രീഫെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഈ യുനാൻ പ്രൊവിൻസ്, ഈ സിച്ചുവാൻ പ്രൊവിൻസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഈ പറയുന്ന ഗാൻസി പ്രീഫെക്ചർ എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന യുനാൻ പ്രൊവിൻസ്, അതായത് ഇവരുടെ സദേൺ ഏരിയയിലായിട്ട് ഈ കിടക്കുന്ന ഈ പ്രദേശത്തിനാണ് യുനാൻ പ്രൊവിൻസ് എന്ന് പറയാം. ഇവരുടെ ഒരു വെസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്ന നീണ്ടു കിടക്കുന്ന ഈ ഒരു പ്രൊവിൻസിനെയാണ് ടിബറ്റൻ ഓട്ടോണമസ് റീജിയൻ എന്ന് പറയാം. അതുപോലെ തന്നെ നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ് ആയിട്ട് ഗാൻസു റീജിയനുമാണ്
ഉള്ളത്. ഓക്കെ, ഇതാണ് ഗാൻസോ റീജിയൻ. സോ ഇത്രയും പ്രദേശങ്ങളുമായിട്ട് ഇത് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.